നമുക്ക് തോന്നുന്നു ചുപ്തേ ഖാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ലെന്നും. ഇപ്പോൾ നാം ജലാലുദ്ദീനെ കണ്ടേ മതിയാവും. നിർത്തൂ. ജലാൽ, അങ്ങ് മാൾവയിലെ വിജയത്തിന് ആശംസ അറിയിക്കാൻ എത്തിയതാണോ? നമുക്ക് വിവരം നൽകിയിരുന്നെങ്കിൽ നാം തന്നെ എത്തുമായിരുന്നല്ലോ. കുറ്റകൃത്യത്തിന് ശിക്ഷ നൽകാൻ മുൻകൂട്ടി പറയാതെയാകും വരിക ആദം. നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നമുക്കെല്ലാം മനസ്സിലായി. നീ എന്താണോ ചെയ്തത് അത്, പിന്നെ നീ എന്തൊക്കെ അപഹരിച്ച് സ്വന്തമാക്കി എന്നത്. ജലാൽ, അങ്ങ് നാം നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം. എന്താ നീ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും പിന്നെ സ്ത്രീകളെയും കൊന്നൊടുക്കിയോ? ചെയ്തോ അതോ ഇല്ലയോ? അതെ, ദീപം കത്തുമ്പോൾ അതിന്റെ തിരി മുഴുവനും കത്തിത്തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ യുദ്ധത്തിൽ എന്താണോ മുൻപിൽ വരുന്നത് അതിനെ ഇല്ലാതാക്കണം. ഇത് നമ്മുടെ നിയമമാണ്. കുട്ടികളെയും മുതിർന്നവരെയും സ്ത്രീകളെയും കൊല്ലുന്നത് നമ്മുടെ നിയമത്തിലില്ല. നിരായുധനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ആയുധം ചൂണ്ടുന്നതും. മറവി വളരെ മോശമായ കാര്യമാണ് ആദം. എന്താ നീ മറന്നുപോയോ നാം നിന്നെ ഇവിടെ എന്ത് കാര്യത്തിനാണ് അയച്ചതെന്ന്? മറന്നുപോയോന്ന്? ആഗ്രയുടെ അഭിമാനം എന്താണെന്ന് മറന്നുപോയി. നമ്മുടെ വിശ്വാസം നമുക്ക് എന്ത് നിബന്ധനയാണ് നൽകിയിട്ടുള്ളതെന്ന് മറന്നുപോയി. നീ ഒരു പക്ഷെ ഇതും മറന്നിട്ടുണ്ടാവും. നിന്റെ മുൻപിൽ നിന്റെ ജ്യേഷ്ഠനല്ല, ഹിന്ദുസ്ഥാന്റെ തന്നെ ഷഹൻഷായാണ് നിൽക്കുന്നതെന്ന്. അങ്ങ് ആയുധം എടുക്കുന്നതിന് മുൻപായി അങ്ങയുടെ വല്യമ്മയ്ക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. അങ്ങേക്ക് വേണമെങ്കിൽ ആദം ഖാനെ ഈ നിമിഷം തന്നെ ശിരസ് ഭേദിക്കാൻ സാധിക്കും. സ്വയം സത്യം ചെയ്യുന്നു, നിന്റെ വല്യമ്മ തെറ്റൊന്നും ചെയ്യില്ല. ജലാൽ നാം പറയുന്നതൊന്ന് കേൾക്കാൻ ശ്രമിച്ചാലും. അങ്ങ് ഇങ്ങനെ മാത്രം കരുതരുത് ജലാൽ. നാം അങ്ങയോട് ഇത് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണെന്ന് അത് നമ്മുടെ മകനായതുകൊണ്ട്. എന്നാൽ നാം ഇതൊക്കെ അങ്ങയോട് പറയുന്നത് ഇതുകൊണ്ടാണ്. നാം ചെറുപ്പത്തിൽ ആരെയാണോ വിരൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചത്, ആ ജലാലിന്റെ തീരുമാനത്തിൽ യാതൊരു തെറ്റും സംഭവിക്കാൻ പാടില്ല. വല്യമ്മ, ആദം സ്വന്തം തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞു. ഇല്ല, നാം പറയാത്ത കാര്യമാണ് അവിടുന്ന് ഇപ്പോൾ കേട്ടത്. നാം ബാജ് ബഹദൂറിന്റെ സൈനികരെയാണ് വധിച്ചത്. അതിനിടയിൽ കയറിയതിനാൽ സ്ത്രീകൾ മരിച്ചു. നാം എന്താണ് ചെയ്യേണ്ടത്? ജലാൽ, നാം അങ്ങനെ കരുതുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ആദം അങ്ങനെ തന്നെ ചെയ്തു എന്ന്. എന്നാൽ ഷെഹൻഷാ അങ്ങാണ്. അങ്ങയുടെ തീരുമാനം അവസാന തീരുമാനമാക്കും. എന്നാൽ ഒരു ഷെഹൻഷാ ഏതെങ്കിലും മുഗളന് നേരെ അങ്ങനെ തെളിവൊന്നും കൂടാതെ ആയുധം പ്രയോഗിച്ചാൽ അത് ഷെഹൻഷായുടെ തീരുമാനത്തിന് എതിരാകേണ്ടി വരും ജലാൽ. അഥവാ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ തെളിവുകൾ കണ്ടതിന് ശേഷം, സാക്ഷികളുടെ മൊഴി കേട്ടതിന് ശേഷം നാം ഒരു തീരുമാനം എടുത്താലും അത് ഇത് തന്നെയായിരിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, പടയാളികൾക്ക് ആയുധം നൽകുന്നത് ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്.
നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയല്ല. നമ്മുടെ സംസ്കാരം അനുസരിച്ച് നാം ഒരിക്കലും ഒരു കുഞ്ഞിനെയോ മുതിർന്നവരെയോ സ്ത്രീകളുടെ മേലോ ഒരിക്കലും ആയുധം പ്രയോഗിക്കുകയില്ല. സംസ്കാരമൊക്കെ വിദൂരമായ കാര്യമാണ്. അങ്ങയുടെ അന്തപുരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതേക്കുറിച്ച് അങ്ങ് എന്താണ് പറയുക? മിണ്ടരുത് സാത്താന്റെ സന്തതി, മതി. ജലാൽ, ആദമിന്റെ ബുദ്ധിശൂന്യതയ്ക്ക് അവനോട് ക്ഷമിച്ചാലും. വല്യുമ്മ ചോദ്യം ഉന്നയിച്ചാൽ ഉത്തരവും നൽകുക തന്നെ ചെയ്യും. നമ്മുടെ അന്തപുരത്തിലെത്തുന്ന സ്ത്രീകൾ യുദ്ധം ജയിക്കുമ്പോൾ നേടുന്നവരാണ്. അവർക്ക് യാതൊരുവിധ അനീതിയും നടപ്പാക്കാറില്ല. ഒരു വിധത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാറേയില്ല. അവരുടെ മേലെ അത്യാചാരമൊന്നും പ്രവർത്തിക്കാറില്ല. അവരെ കൊന്നു തള്ളാറില്ല. ആദം ഖാൻ അഭിമാനികളായാണ് അവർ കഴിയുന്നത്. എത്രയും വേഗം തെളിവുകളും സാക്ഷികളെയും എല്ലാം കൊണ്ടുവന്നാലും ജലാൽ മാൾവയിൽ ആദമിന്റെ അത്യാചാരങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ അതിനു മുൻപായി മഹാമംഗ സ്വന്തം ആസൂത്രണത്തിലൂടെ ആദമിനെതിരായി ഉയരേണ്ട ഓരോ ശബ്ദത്തെയും മൗനമാക്കി തീർത്തു. കാണുന്നുണ്ടോ ജലാൽ, ആദമിനെതിരായ പ്രവൃത്തികൾ? ഈ പാവങ്ങൾ രണ്ടുപേരും നമ്മുടെ അടുത്ത് വന്നിരുന്നു, ആദമിന്റെ കാര്യത്തെപ്പറ്റി സാക്ഷി പറയാനായി. നാമാണ് ഇവരെ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. വഴിയിൽ വെച്ച് ആരാണെന്നറിയില്ല. ആദമിന്റെ ഏതോ ശത്രുക്കൾ ഇവരെ കൊന്നുകളഞ്ഞു. അങ്ങേക്ക് തെളിവല്ലേ വേണ്ടിയിരുന്നത് ജലാൽ? അപ്പോൾ ഇതാ കിടക്കുന്നു തെളിവ്. പിന്നെ ഇതാണ് ആദം ഖാൻ. തീരുമാനമെടുക്കേണ്ടത് അങ്ങ് തന്നെയാണ്. ഏതൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപും നാം അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു ജലാൽ. ഭേദിക്കപ്പെട്ട ശിരസ് ഒരിക്കലും സംസാരിക്കുകയില്ല. അങ്ങ് എന്ത് തീരുമാനവും എടുത്തോളൂ ജലാൽ, ശരിയായ ദൃഷ്ടിയിലൂടെ. എന്താ മറ്റെന്തെങ്കിലും തെളിവ് കാണിക്കാൻ സാധിക്കുമോ ഈ കാര്യം സ്ഥാപിക്കുന്നതിനായി? ആദം ഖാൻ തെറ്റുകാരനാണെന്നതിന് എതിർത്തു പറഞ്ഞതിന് ഷെഹൻഷായോട് നാം മാപ്പു ചോദിക്കുന്നു. അഥവാ ഇക്കാര്യം നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, മുലപ്പാൽ കുടിച്ചതിലൂടെ നീ നമ്മുടെ സഹോദരനാണെന്ന്, നിന്റെ ഉമ്മ നമ്മുടെയും വല്യുമ്മയാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, ഈ തെളിവ് നിനക്ക് അനുകൂലമായില്ലായിരുന്നെങ്കിൽ പടച്ചവനാണേ സത്യം, ഇവിടുത്തെ മൂന്നാമത്തെ ശവശരീരം നിന്റേതാകുമായിരുന്നു. പക്ഷെ ഓർമ്മിക്കുക, അഥവാ നാം ഇത് അറിയാനിടയായാൽ ഏതെങ്കിലും നിരപരാധിയെയോ ദുർബലനെയോ ആക്രമിച്ചെന്ന് നാം നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഇനി വല്യുമ്മ നമ്മളോട് കുടിച്ച മുലപ്പാലിന് വിലപേശിയാൽ പോലും നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് കണ്ടത് ആദം സ്ത്രീകളെ കൊല ചെയ്യുന്നത്? ഞങ്ങളുടെ കൺമുൻപിൽ വെച്ചാണ് ആദം ഖാൻ ഞങ്ങളുടെ സഖിമാരെ കൊന്നുകളഞ്ഞത്. നമുക്കറിയാം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായെന്ന്. ആ ബുദ്ധിമുട്ടിന് പകരമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരത്തിന് സമമായ അഷ്റഫികൾ നൽകുന്നതാണ്. അഷ്റഫികൾ കൊണ്ട് ജീവിതം വിലക്കെടുക്കാനാവില്ല. ജീവിതത്തിന് പകരം ജീവിതം, കണ്ണിന് പകരം കണ്ണ്. അതാണ് നീതി. ആ നീതി ഞങ്ങൾ ഷെഹൻഷായോട് ചോദിച്ചോളാം. നമുക്ക് നിങ്ങളുടെ ഈ തീരുമാനം ഇഷ്ടമായി. കണ്ണുകൾക്ക് പകരം കണ്ണ്, ജീവിതത്തിന് പകരം ജീവിതം. ഇതല്ലേ നീ ആഗ്രഹിക്കുന്നത്? അതെ, അത് തന്നെ നടക്കും. എന്റെ മകന്റെ ജീവന് പകരമായി നിങ്ങൾ രണ്ടുപേരും വില നൽകുന്നതാണ്, സ്വന്തം ജീവൻ നൽകിക്കൊണ്ട്.
രേഷം, ഈ നിരപരാധികളെ ആദരവോടെ തന്നെ അടക്കം ചെയ്താലും നാം മാൾവയെ വിജയിച്ചു സ്വന്തം കഴിവുകൊണ്ട്. എന്നാൽ ആ ജലാൽ ഇവിടെ വന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നമ്മെ വെല്ലുവിളിച്ചു, നമ്മെ നാണം കെടുത്തി. സ്വന്തം കോപത്തെയും സംസാരത്തെയും നിയന്ത്രിച്ചു നിർത്തൂ ആദം, അല്ലെങ്കിൽ നീ ഭൂമിയിൽ ഉണ്ടായെന്ന് വരില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നാം ഞൊടിയിട കൊണ്ട് ഇല്ലാതാക്കുന്നതാണ്. യുദ്ധത്തിൽ ജലാലിന്റെ തലയറുത്തുകൊണ്ട്. ജലാലുമായി യുദ്ധമോ? ജലാലുമായോ? ജലാൽ ഒരു ഉത്തമ യോദ്ധാവാണ്, നീ ഒരു പാഴ് യോദ്ധാവും. നിന്നെ പോലുള്ള യോദ്ധാക്കൾ പോരാടും, പക്ഷെ വിജയിക്കാനാവില്ല. ജലാൽ അങ്ങനെ ഒരു യോദ്ധാവാണ്, യുഗത്തിൽ ഒരിക്കൽ മാത്രം പിറന്നു വീഴുന്ന. അഥവാ നിനക്കെന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നീ ഓർമ്മിച്ചോളൂ, ജലാലിനോടൊപ്പം നിൽക്കുക. അദ്ദേഹത്തിനെതിരായി നിന്നാൽ നിന്റെ പേര് എന്നേക്കുമായി മാഞ്ഞു പോകുന്നതാണ്, ഈ രാജ്യത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നു പോലും. അസ്സലാമലൈക്കും. ഇക്കാര്യത്തെക്കുറിച്ച് ആരും അറിയണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിലും ഇത് ആരും അറിയാൻ പാടില്ല. നാം ജലാലിനെ കാണാൻ തയ്യാറാണ്. അങ്ങൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട ബാങ്ങൽ. ഇക്കാര്യത്തെക്കുറിച്ച് അങ്ങയ്ക്ക് ആകുലത വേണ്ട. ജോധ, നാം ഒരു അത്യാവശ്യ കാര്യത്തിന്. മാതാശ്രീ പറയാറുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ അവർക്ക് തടസ്സം നിൽക്കാൻ പാടില്ലെന്ന്, ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ലെന്ന്. അതിനാൽ നാമും അങ്ങയോടൊന്നും ചോദിക്കുകയില്ല പിതാശ്രീ. പക്ഷെ ഒരു കാര്യം ഉറപ്പായും പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ കാര്യം അറിയാം, നമ്മുടെ 3 ജ്യേഷ്ഠന്മാർ മുഗളന്മാരുടെ ബന്ധികളാണെന്ന്. എന്നാൽ ഒരു രാജകുമാരി എന്ന നിലയിൽ നമുക്ക് 3 ജ്യേഷ്ഠന്മാർ മാത്രമല്ല, പകരം അനേകം സൈനികരും അവിടെ ബന്ധികളാണ്. അതിനാൽ നമുക്ക് അങ്ങയുടെ ഒരു അപേക്ഷയുള്ളൂ പിതാശ്രീ. അങ്ങ് എന്ത് തീരുമാനമെടുത്താലും ആദ്യം ഒരു രാജാവായും പിന്നെ പിതാവായും തീരുമാനമെടുക്കൂ. ആദ്യം സ്വന്തം രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ കാര്യം പിന്നീട് മതി. അങ്ങ് എന്ത് കാര്യത്തിനാണോ പോകുന്നത്, നാം പ്രാർത്ഥിക്കുകയാണ്, കാളിയമ്മ അതിൽ അങ്ങേക്ക് സഫലത നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങയുടെ മകൾ വിവേകിയാണെന്നതിനപ്പുറം ഒരു ഉത്തമ സ്ത്രീയുമാണ്. പടച്ചോന്റെ കൃപ കൊണ്ട് അങ്ങയുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകട്ടെ.
അസ്സലാം അലൈക്കും വല്യുമ്മ. വാലൈക്കും അസ്സലാം ജലാൽ. നാം അമീറിലെ രാജകുമാരി ജ്യോതയെ കാണാൻ യാത്ര തിരിക്കുകയാണ്. അവിടുന്ന് അന്തപുരത്തിലെ ബീഗങ്ങളോടൊപ്പം അവിടേക്ക് എത്തിച്ചേരേണ്ടതാണ്. ശരി. ഖുദ ഹാഫിസ്. ഇവിടെ ജലാൽ അമീറിനു നേരെ യാത്ര തിരിക്കുന്നു. അവിടെ നിന്നും അമീറിന്റെ രാജാവ് ഭാർബൽ ചുപ്തായ് ഖാനോടൊപ്പം ജലാലിനെ കാണാൻ പുറപ്പെട്ടിരുന്നു. ബാദുഷയുടെ സന്ദേശമുണ്ട് പ്രഭു. അദ്ദേഹം അജ്മീറിലേക്കുള്ള വഴിയിലാണെന്ന്. അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഭാർമൽ, സമയം നമ്മോടൊപ്പമാണെന്ന് തോന്നുന്നു. നാം ആഗ്രയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഷഹൻഷാ അങ്ങയുടെ അമീറിനടുത്തെത്തിയിരിക്കുന്നു. ഷഹൻഷായോട് പറയൂ, ചുപ്തൈ ഖാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ശരി പ്രഭു. ബഹുമാനപ്പെട്ട ഷെഹൻഷാ അറിയുന്നതിനായി ചുപ്തായ് ഖാൻ അങ്ങയെ കാണാനുള്ള അനുവാദം ചോദിക്കുന്നു. അനുവാദം നൽകൂ. ഭാർമൽ, അങ്ങ് ഇവിടെ നിന്നാലും നാം ചെന്ന് ഷഹൻഷായെ അറിയിക്കാം. എന്നിട്ട് അങ്ങയെ വിളിക്കാം. സലാം ഷഹൻഷാ. അങ്ങേ കണ്ടതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഷഹൻഷാ, അമീറിലെ രാജാവ് ഭാർമൽ അങ്ങയെ കാണാനായി കാത്തു നിൽക്കുന്നു. ഇയാൾക്കുള്ള ശിക്ഷ മരണം മാത്രമാണ്. ഇയാളുടെ ശിരസ് ഛേദിച്ച് മുഗൾ വംശത്തിന് എത്തിച്ചു കൊടുക്കുക. കാര്യമെന്താണ്? അമീർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം സുബൈദാർ പ്രയാസമേറിയ നിബന്ധനകൾ വച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ കടത്തിവിട്ടാലും അങ്ങനെയാവട്ടെ.